ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1926. ഇന്ന് ഏപ്രിൽ മാസം 9-ാം തീയതി. ഈ ആണ്ടിലെ 99-ാമത്തെ ദിവസത്തിലെത്തി. കർശനമായ ആത്മപരിശോധനയുടെ നാളുകൾ ആവണം നോമ്പിന്റെ കാലം. അത് ചില തിരിച്ചറിവുകളിലേക്ക്, അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കണം. എന്തൊക്കെയാ സത്യത്തിൽ അകൃത്യങ്ങൾ? ഒറ്റവാക്കിൽ വേദപുസ്തകം പറയുന്ന നിയമലംഘനമാണ് അകൃത്യം. നിയമലംഘനം അത് രണ്ട് വിധത്തിലാകാം. ഒന്ന്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അരുതെന്ന് നിയമം വിലക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ് പാപത്തിന്റെ ഒരു മാനം. അകൃത്യത്തിന്റെ ഒരു വശമാണ് അരുതെന്ന നിയമം വിലക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ദൈവം ഇസ്രായേൽ ജനവുമായി ചെയ്ത സീനായ് ഉടമ്പടിയുടെ നിബന്ധനകൾ, അത് 10 പ്രമാണങ്ങൾ. അതിലൂടെ ഒന്നുകൂടെ വെറുതെ ഒന്ന് കടന്നു പോകണം. ഒന്നൊഴികെ 9 വിലക്കുകളാണ്. വിഗ്രഹാരാധന അരുത്, ദൈവദൂഷണം അരുത്, ശാബത്തിൽ ജോലി അരുത്, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, അന്യായമായി മോഹിക്കരുത്. അങ്ങനെ 9 വിലക്കുകൾ. ആകപ്പാടെ ഉള്ളത് ആചരിക്കണമെന്ന പ്രമാണം ഒന്നേ ഉള്ളൂ: മാതാപിതാക്കന്മാരെ ആദരിക്കണം, ബഹുമാനിക്കണം. അത് മാത്രമാണ് വിലക്കില്ലാതെ കൽപ്പനയുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അരുതെന്ന് വിലക്കുന്ന കാര്യം ചെയ്യുന്നതിനെയാണ് പൊതുവെ എല്ലാവരും പാപം കൊണ്ട് വിശേഷിപ്പിക്കുക. അത് ശരിയാണ്, പക്ഷെ അത് ഒരു വശം മാത്രമേ ആവുന്നുള്ളൂ. അതിനെക്കുറിച്ച് തന്നെ നമുക്കൊന്ന് ചിന്തിക്കാം. അരുതെന്ന് പറയുന്നതൊക്കെ ചെയ്യാനായിട്ട് നമ്മളിൽ കുറെ കൂടി ഒരു താല്പര്യമുണ്ട്, കുറെ കൂടി ഒരു നമ്മളിലൊരു ആസക്തിയുണ്ട്. അതുകൊണ്ട് അരുതെന്ന് നിയമം വിലക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ധൃതിപിടിക്കുകയാണ്. കുറെ കൂടി നമ്മളൊരു മനുഷ്യനായി മാറി ക്രിസ്തു കാണിച്ചു തന്ന ഒരു മാതൃകയിലേക്ക് നമ്മളൊന്ന് മാറിയാൽ ഈ അരുതുകളിൽ നിന്നൊക്കെ നമുക്കും ഒന്ന് വഴിമാറാൻ പറ്റും. കുറെ കൂടി ഒരു നല്ല ജീവിതം നമ്മൾ ജീവിച്ച് നല്ലൊരു ഒപ്പൊക്കെ ഇട്ട്, ശരിക്കും പറഞ്ഞ അവനവന്റെ സിഗ്നേച്ചർ ഈ ഭൂമിയിൽ നിലനിർത്തി കടന്നു പോകണ്ടേ? അങ്ങനെയല്ലേ നമ്മളുടെ ജീവിതത്തെ പിന്നീട് മറ്റാരെങ്കിലും ഒക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും. അവരുടെ ഉള്ളിൽ ഒരു കുളിർമയും പുഞ്ചിരിയും ഉണ്ടാകണ്ടേ? അങ്ങനെ ഒരു ജീവിതം ഇവിടെ അവശേഷിപ്പിക്കണ്ടേ? നല്ലൊരു സിഗ്നേച്ചറൊക്കെ അവശേഷിപ്പിച്ച് കടന്നു പോകാൻ പാകത്ത് നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങളെയും നിയമലംഘനങ്ങളെയും ഒക്കെ നമ്മൾ കുറെ കൂടി ഒന്ന് അടുത്ത് അറിഞ്ഞും മനസ്സിലാക്കിയും പഠിച്ചും തിരുത്തിയും മുമ്പോട്ട് പോകാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.